തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കുവാനുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തു. അതിൽ ഞങ്ങൾ ഓരോ വിഷയമായിട്ട് ഡീറ്റെയിൽ കോൺക്ലേവ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ വാരണാസിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീം NTPC-യുമായി ചേർന്ന് അവർ ഡിസ്കഷൻ വന്നിരുന്നു. ഗവർണറുമായി സംസാരിച്ച് ഗോവയിലുള്ള പ്ലാനിനെ കുറിച്ച് പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതിനെക്കുറിച്ചൊരു കോൺക്ലേവ് തന്നെ നിങ്ങളെയൊക്കെ തന്നെ അറിയിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഫെബ്രുവരി മാസത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു 4-5 കോൺക്ലേവ് നടത്തി അതിൻ്റെ സംക്ഷിപ്ത രൂപമായിട്ട് ഞങ്ങൾ PMOയെയും കാണും, അതുപോലെ തന്നെ കൺസേൺഡ് മിനിസ്ട്രീസിനെയും കാണും. ഇപ്പോൾ മനോഹർലാൽ, ഇപ്പോൾ അപരാജിത സാരംഗി, ഞങ്ങളുടെ സഹപ്രഭാരി, ഞങ്ങൾ അടുത്ത ആഴ്ച ഡൽഹിയിൽ ഒരുമിച്ച് കാണുകയാണ്. അപ്പോൾ ഓരോ മിനിസ്ട്രിയിലേക്കും ഖട്ടാർജിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഓരോ മിനിസ്ട്രി, ഇപ്പോൾ ജോർജ് കുര്യനോട് 2 തവണ സംസാരിച്ച് കഴിഞ്ഞു. ഓരോ മിനിസ്ട്രിയിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കും, അങ്ങനെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഫെബ്രുവരിയിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് 15 ദിവസമല്ലേ ശ്രീത്ത കിട്ടിയുള്ളൂ. 10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷന് പോയില്ലേ. 15 ദിവസം കൊണ്ട് ഒരു ഭരണസമിതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനം പ്രധാനമന്ത്രിക്ക് കൈമാറിയിരുന്നല്ലോ, അത് വികസന നിർദ്ദേശങ്ങളാണ്. ഞങ്ങൾക്ക് ഈ 15 ദിവസം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ചർച്ച ചെയ്ത് സമാഹരിക്കാൻ പറ്റിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റാണ് കൊടുത്തത്. ഇനിയും ഈ കോൺക്ലേവുകളൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ ഏകദേശം പൂർണ്ണ രൂപമാകുന്നത്. ഞങ്ങൾ വീണ്ടും PMOയെ സമീപിക്കും. അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാൻ വേണ്ടി തിരുവനന്തപുരത്തിന് എല്ലാ പിന്തുണയും തരുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതല്ലോ. അതിനുവേണ്ടി എന്തൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഏതൊക്കെ തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിൽ വിഴിഞ്ഞമുണ്ട്, അതിൽ IT ഉണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞ കൾച്ചർ, സ്പിരിച്വൽ ടൂറിസവും മെഡിക്കൽ ടൂറിസവും ഉണ്ട്. ഇനി ഞങ്ങൾ പറയാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഞാനിന്നിപ്പോൾ അദ്ദേഹത്തിനൊരു പത്മനാഭസ്വാമിയുടെ ഒരു മെറ്റീരിയൽ അദ്ദേഹത്തിന് കൊടുത്തല്ലോ. അത് ഒറിജിനൽ പൂവുകൾ സ്റ്റഫ് ചെയ്ത് പൂജപ്പുരയുള്ള ഒരു പെൺകുട്ടി ഒരു വീട്ടിലെ ഒരു റൂമിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതിന് ഭയങ്കര മാർക്കറ്റാണ്. ഇത് മോഡിജിയുടെ ഓരോ വീടും ഓരോ ഫാക്ടറിയായി മാറണം. ഓരോ പ്രദേശത്തുമുള്ള പാരമ്പര്യ കലാരൂപങ്ങളും കലാവസ്തുക്കളും ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള മൻ കി ബാത്തിലെ പ്രഖ്യാപനമാണ്. അപ്പോൾ കോർപ്പറേഷൻ ഇടപെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും? പ്രധാനമന്ത്രിക്ക് അത് കൈമാറിയതോടെ അത് രാജ്യത്ത് മുഴുവൻ അറിയപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയുള്ള വികസന സാധ്യതകളുണ്ട്. ഓരോ കുടുംബങ്ങളും സ്വയം പര്യാപ്തമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മിനിസ്ട്രികളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കോൺക്ലേവും വേണം. ഇപ്പോൾ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ കാട്ടാക്കട കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ലേ, ഒരു നാനോ ശില്പി ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പിക് അതിലൂടെ കാണാൻ പറ്റുന്ന നരേന്ദ്രമോദിയുടെ ഒരു രൂപം കൊടുത്തു. അത് ഇപ്പം കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. താങ്കൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ് 45 ദിവസത്തിൽ ഭരണം ലഭിച്ചാൽ പ്രധാനമന്ത്രി ഇവിടെ വരുമെന്ന് പറഞ്ഞു മാധ്യമങ്ങളോടൊക്കെ വ്യക്തമാക്കിയത്. പക്ഷെ അന്ന് VV രാജേഷ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രി വികസന നയരേഖ പ്രഖ്യാപിക്കുമെന്നാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമായിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, 26 ദിവസം മാത്രം ഭരണത്തിലെത്തിയ ഒരു ഭരണസമിതിയാണ്. ഞങ്ങൾക്ക് 10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോയി. 15 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സംസ്ഥാന മന്ത്രിമാരുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ട് ഡീറ്റെയിൽ ചർച്ച നടത്തി PMOയിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിവിധ മന്ത്രാലയം പോകാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതോടൊപ്പം തന്നെ ക്രെഡായി, RCC ഡയറക്ടർ, അങ്ങനെ ഒരു ചെറിയ വിഭാഗവുമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്താൻ പറ്റിയത്. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ നടത്തി. അതുപോലെ ചില വ്യക്തികളുമായിട്ട് ഒൺ ഡിസ്കഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിക്കണം. ഇതിനൊക്കെ തന്നെ 15 ദിവസം പോരാതെ വന്നുകൊണ്ട് കിട്ടിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹത്തോട് കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതല്ലേ ഇവിടെ സംസാരിച്ചത്. ഇപ്പോൾ റെയിൽവേയുടെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയും മേയറും അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പാണല്ലോ. ഞങ്ങളിവിടെ നിന്ന് ഭരണത്തിലെത്തിയ ഓരോ ദിവസവും നടക്കുന്ന മൂവ്മെൻറ്റ്സ് PMOയിൽ അറിയാമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പാണ് ശ്രീത്ത പറഞ്ഞത്. തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കുവാനുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ് തരുമെന്ന് പറയുമ്പോൾ ഇൻ ഓൾ ആസ്പെക്ട്സ് ദേ ആർ റെഡി ടു സപ്പോർട്ട് us. ഇനി അതിനെ നേടിയെടുക്കുവാൻ ഞങ്ങൾ ഡീപ്പായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പരിശ്രമം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. പിന്തുണ മാത്രമാണ് ലഭിച്ചതെന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ല, പിന്തുണ നൽകും, എല്ലാത്തിനും പിന്തുണ നൽകും. അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. പ്രധാനമന്ത്രിയുടെ പിന്തുണ, കേന്ദ്ര ഗവൺമെൻറ് പിന്തുണ ഉണ്ടെന്ന് പറയുമ്പോഴേക്ക് സാമ്പത്തികമായിട്ട്, സാങ്കേതികമായിട്ട്, രാഷ്ട്രീയമായി, ഭരണപരമായി എല്ലാ തരത്തിലുമുള്ള, സാമ്പത്തികം മാത്രമല്ലല്ലോ, ഭരണപരമായ പിന്തുണ വേണം, സാങ്കേതിക ഉപദേശം വേണം. ഇതൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നത്. ഇവിടെ PMO ഞാൻ ചോദിക്കട്ടെ, എന്ത് ചോദ്യമാണ് അതിലേത്? ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രധാനമന്ത്രിയുമായിട്ട് 2 സ്റ്റേജ് ഷെയർ ചെയ്യേണ്ട, ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി PMOയിൽ നിന്നും ലിസ്റ്റിൽ പുത്തരിക്കണ്ട മൈതാനത്തിൽ ലൈനപ്പിലുള്ള ഞാൻ എയർപോർട്ടിൽ പോയി ഇവിടെ എത്താൻ സാധിക്കില്ല. മാത്രവുമല്ല,
തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരി പോയില്ല, ഞങ്ങൾ രണ്ടുപേരും പോയില്ല. തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയമായി BJPക്കും ഗുണം മേയർ ഈ 2 പരിപാടികളിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നി. നിങ്ങൾക്ക് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് നടത്തിയ ആ ഇടപെടലുകളിലും ആ പ്രസംഗത്തിലും മേയർ തിരുവനന്തപുരത്ത് ഈ 2 സ്റ്റേജിൽ ഉണ്ടായിരുന്നാണ് ഗുണമെന്ന് ആദ്യം തന്നെ തോന്നിയില്ലേ? മുഖ്യമന്ത്രിക്ക് ഒപ്പം വരും, സാധാരണഗതിയിൽ ഒപ്പം വരുന്നത് പതിവാണ്. കോൺവോയ് അതായത് ഞാൻ പറയാം മുഖ്യമന്ത്രി എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കരുത്. ഞാൻ പറയാം, പുത്തരിക്കണ്ട മൈതാനിയിലാണ് മേയർ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു. അപ്പോൾ 2 പരിപാടിയിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ പോകരുതേ. ആ ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത് സ്റ്റേജിലേക്കാണ്. വേറെ എവിടെയെങ്കിലുമാണ് പോയിട്ട് വന്നതെങ്കിൽ നമുക്ക് എത്താനുള്ള സമയം കിട്ടി. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പരിപാടി, ആ പരിപാടി സമയത്ത് സ്വീകരിക്കാൻ പോയി. അതിനുശേഷം മേയർ സ്റ്റേജിലുമുണ്ടായിരുന്നു. മേയർക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രപതിയുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതും ഹോൺ അടിക്കുന്നതൊക്കെ പറഞ്ഞ് വിവാദമായത്. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അന്നെന്ത് ചെയ്തു? ആ മേയർക്ക് ഇവിടെയും പങ്കെടുക്കണമായിരുന്നു. രാഷ്ട്രപതി സ്റ്റേജിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ മേയർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ മേയർ പരിപാടിയിൽ നിന്ന് വിട്ടുവെന്നോ അല്ലെങ്കിൽ മേയർ വഴിയിലായിപ്പോ എന്നുള്ള വിവാദങ്ങൾ വരും. അങ്ങനെ വിവാദം വരാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, മാത്രമല്ല മേയർ പ്രധാനമന്ത്രി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന BJPക്ക് ഭരണം കിട്ടിയിട്ട് പങ്കെടുക്കുന്ന ഒഫീഷ്യൽ പരിപാടി റെയിൽവേ പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് മേയർ വിട്ടുകൊണ്ടൊരു സാഹചര്യം വന്നാൽ, BJPയുടെ രാഷ്ട്രീയ പരിപാടിയിൽ നിന്ന് മേയർ വിട്ടുവെക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം മറ്റൊന്നാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇതാണ് മാർഗം ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇനി ആ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യും. വേറെ രേഖയുമായി ബന്ധപ്പെട്ട് ഒരു ആസൂത്രണമില്ലാതെ പാളിപ്പോയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ ഭരണസമിതിയിലുള്ള നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമല്ല അല്ലേ? ഞാനൊന്ന് പറയട്ടെ. മനുഷ്യ സാധ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഓക്കെ, താങ്ക് യു.